ഹലോ ഫാമിലി, ഇതെവിടെയാണെന്ന് അറിയാലോ അല്ലേ? ഇത് നമ്മുടെ പരക്കട്ടാവാണ്. അപ്പോൾ നമ്മുടെ പൂരത്തിൻ്റെ പിറ്റേ ദിവസം, അതായത് പകൽപ്പൂരം, അങ്ങനെ രാവിലെ പൂരത്തിൻ്റെ പിറ്റേ ദിവസമാണ് പകൽപ്പൂരം വരുന്നത്. ആ ദിവസത്തെ വീഡിയോ ആണ്. രാവിലെ ഒരു 5:15 ഞങ്ങൾ അമ്പലത്തിലെത്തിയിട്ടുണ്ട്. ഒന്നും വിചാരിക്കേണ്ട, പൂരത്തിൻ്റെയും വേലൻ്റെയും ഒക്കെ തിരക്ക് കാരണമാണ് വീഡിയോ ഒന്ന് കാര്യമായിട്ട് ഇരുന്ന് എഡിറ്റ് ചെയ്യാനോ സൗണ്ട് കൊടുക്കാനോ ഒന്നും സമയമില്ലാത്തതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആവുന്നത്. ഇനി കിടക്കുന്നുണ്ട് കാട്ടുശ്ശേരിൻ്റെ വേലിൻ്റെയൊക്കെ വീഡിയോ ചെയ്യാൻ കിടക്കുന്നതേ ഉള്ളൂ. പൂരവും വേലയും എല്ലാം കഴിഞ്ഞിട്ടാണ് വീഡിയോ വരുന്നത്. കുറച്ച് തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 5:15 ഞങ്ങൾ ഓട്ടോയിലാണ്. രാവിലെ ഇത്രയും നേരത്തെ പിള്ളേരെയും കൊണ്ട് നടക്കുന്നത് അത്ര സുഖമുള്ള കാര്യമില്ലാത്തതുകൊണ്ട് തലേ ദിവസം തന്നെ ഓട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലെത്തിയത് ഓട്ടോയിലാണ് കേട്ടോ. അമ്പലത്തിന്റെ ഉള്ളിൽ തിരക്കില്ല എന്ന് പറഞ്ഞിട്ട് അമ്പലത്തിൽ തിരക്കേ ഇല്ല എന്ന് വിചാരിക്കേണ്ട. അമ്പലത്തിന്റെ ഉള്ളിൽ അത്യാവശ്യം ആൾക്കാരേ ഉള്ളൂ. പക്ഷെ അമ്പലത്തിന്റെ സൈഡിൽ, അതായത് കുളത്തിന്റെ ഭാഗത്തായിട്ട് നല്ല തിരക്കാണ്. രണ്ട് സൈഡായിട്ട് ആനയ്ക്കും കുതിരയ്ക്കൊക്കെ വരാനുള്ള സ്ഥലം വിട്ടിട്ട് രണ്ട് സൈഡ് ഇപ്പം തന്നെ ആൾക്കാർ നന്നായി നിറഞ്ഞിട്ടുണ്ട്. തലേ ദിവസം വെടിക്കിട്ട് കഴിഞ്ഞത് കുറേ പേര് അവിടെ തന്നെ സ്റ്റേ ആണ് കേട്ടോ. നല്ല രസമാണെന്നൊക്കെ എൻ്റെ ഫ്രണ്ട് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ഇതുവരെ അങ്ങനെ പടക്കം പൊട്ടിയതും അങ്ങനെ വീട്ടിൽ പോകും, അങ്ങനെ ഇതുവരെ നിന്നിട്ടില്ല. ഇതാ കണ്ടോ, ആനയൊക്കെ അവിടെ നിന്ന് കയറി ഉള്ളിലോട്ട് വന്നിട്ടുണ്ട്. പിന്നെ എനിക്കൊരു പറയാനുള്ള കാര്യം, ഞങ്ങളവിടെ പോയി കണ്ട കാഴ്ചയാണ്. അതുകൊണ്ട് ആന ഉറങ്ങുക തോന്നുന്നു. ഒരു പാപ്പാൻ ആനൻ്റെ കാലിക്ക് കമ്പി പോലത്തെ ഒരു വടി പോലത്തെ ഒരു സാധനം കൊണ്ട് ഇട്ട് കുത്തുമായിരുന്നു. പാവം തോന്നിട്ടോ. അതും ഒരു ജീവനാണെന്ന് ഇവരാരും ആലോചിക്കുന്നില്ല. ഇത്രയും നമുക്കേ ഒന്ന് നടക്കുമ്പോഴേക്കും ക്ഷീണമാവുന്നുണ്ട്. അപ്പം ആന എന്ന് പറയുമ്പോൾ ഇത്രയും വെയിറ്റ് ഉള്ള ഒരാളാണ്. ഈ ശരിക്കും പറഞ്ഞാൽ ഈ ആന ഒരു ഭംഗിയൊക്കെയാണ്, പക്ഷെ ഒരു എന്താ പറയുക, അതൊരു മൃഗമല്ലേ. ഈ ആന ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നിൽക്കുക, ഇത്രയും എനിക്കത്ര സുഖമുള്ള കാര്യമല്ല. പാവം തോന്നി. നമ്മുടെ ഫ്രണ്ടിൽ കണ്ടതാ ഈ കമ്പി പോലത്തെ ഒരു വടി അവരുടെ കയ്യിൽ, അതിട്ട് ആനൻ്റെ കാലിലിട്ട് കുത്തുക, നടക്കുമെന്ന് പറയാൻ തോന്നുന്നു. പക്ഷെ നമ്മളാണെങ്കിൽ നമുക്ക് നോർമൽ ഇത്രയൊന്നും വെയിറ്റ് ഇല്ലാതെ നമുക്കൊന്നും പറ്റില്ല. അപ്പം ഇത്രയും വെയിറ്റ് ഉള്ള ഒരു വ്യക്തി, ആന, അത് ഇത്രയും ലോങ് നടക്കുക, കുറേ നേരം നിൽക്കുക, വെറുതെ അല്ല കേട്ടോ ഈ ആനയൊക്കെ ഇടയുന്നത്. ശരിക്കും ഇങ്ങനത്തെ സിസ്റ്റമൊക്കെ നിർത്തണം. ഇത് എൻ്റെ ഒരു ഒപ്പീനിയനാണ്. ഇപ്പോൾ ഒന്നല്ല, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമാണ്. എന്താ പറയുക, അതും ഒരു വേദനയും കാര്യങ്ങളും ഉള്ള നമ്മൾ മുമ്പിൽ കണ്ടതാ, കമ്പിയും കൊണ്ട് കാലിക്കിട്ട് കൊത്തുന്നത്. അങ്ങനെ ആന ചുറ്റും വലമൊക്കെ വെച്ചു. ഇതാണ് നമ്മുടെ കുതിര കേട്ടോ. കഴനി, വാവുള്ളിയാപുരം, കാവശ്ശേരി, അങ്ങനെ 3 ദേശത്തിന്റെ കുതിരയാണുള്ളത്. കുഞ്ഞു കുട്ടികളിലൊക്കെ ഇതിൽ മുട്ടിക്കുന്നത് നല്ലതാണ്. സ്വത്തുവിനൊക്കെ കുതിര മുട്ടിച്ചിട്ടുണ്ട്. സ്വത്തുവിന് 2 വയസ്സൊക്കെ ആകുമ്പോൾ കുതിര മുട്ടിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഉണ്ണിക്കുട്ടനെ മുട്ടിക്കണം എന്ന് ഞാൻ വീട്ടിൽ പോകുമ്പോൾ അമ്മയൊക്കെ പറയാറുണ്ട്. പക്ഷെ ഉണ്ണിക്കുട്ടൻ ഭയങ്കര വാശിയും കാര്യങ്ങളും, നേരത്തെ എണിച്ചിട്ട് പോകണം കുതിര മുട്ടിക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഇതുവരെ പറ്റിയിട്ടില്ല. അവനൊന്ന് അടുത്ത വർഷമെങ്കിലും മുട്ടിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഈ കുതിർന്ന കുതിരകളൊക്കെ അതായത് ദേശക്കാർ ബാക്കിൽ ഉണ്ടാവും, ഇങ്ങനെ വലം വയ്ക്കും. അങ്ങനെയാണ്. ഭയങ്കര വെയിറ്റാണ്. വ്രതമൊക്കെ എടുത്തിട്ടാണ് ഈ കുതിര ഏറ്റുന്നത്, ഓരോ ദേശക്കാർ ഏറ്റുന്നത്. ഭയങ്കര വെയിറ്റാണ് അത്രേ. നമ്മളത് എപ്പോഴും നല്ല ക്രൗഡായിരിക്കും. അതിൻ്റെ ഇടയിൽ നിന്നിട്ട് ഇത് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ ഏറ്റുന്നവർക്ക്. എപ്പോഴും പുറത്ത് നിൽക്കണോണ്ട് കാര്യമായിട്ട് തൊഴുതാൻ പറ്റില്ല. കുതിര ഇങ്ങനെ ദൂരെ പോകുമ്പോൾ കണ്ടിട്ടേ ഉള്ളൂ. ആദ്യമായിട്ടാണ് അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഞാൻ കാര്യമായിട്ട് നന്നായി തൊഴുതുന്നത്. നമുക്ക് ഭസ്മവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പകൽപ്പൂരത്തിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി കാട്ടുശ്ശേരി വേലൻ്റെ വരുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ ട്ടോ ഗായ്സ്. അങ്ങനെ നമ്മുടെ കാവശ്ശേരി പൂരം കഴിഞ്ഞിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു പൂരം? കുഞ്ചമ്മ? എങ്ങനെയുണ്ടായിരുന്നു പൂരം? സൂപ്പർ ആയിരുന്നു. എല്ലാവരും കണ്ടെന്ന് വിചാരിക്കണം. ഓക്കെ, ബൈ. അപ്പം അത്രയുള്ള വീഡിയോസ് ബൈ.